2023-24 $118.7 ബില്യൺ വരുമാനവുമായി ഇന്ത്യ വന്നിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ പണമടയ്ക്കൽ സ്വീകരിക്കുന്ന രാജ്യമായി തുടരുകയും ചെയ്യുന്നു നമ്മുടെ സ്വന്തം ഇന്ത്യ. എന്നാൽ ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ പണം അയക്കുന്ന രാജ്യം ഏതാണെന്ന് ഇപ്പോഴും ആർക്കും ഐഡിയ ഇല്ല. ഇന്ത്യയിലേക്ക് ഏറ്റവും വലിയ സംഭാവന നൽകുന്ന രാജ്യം അമേരിക്കയാണ്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആണ് ഇന്ത്യയിലേക്ക് പണം അയക്കുന്ന രാജ്യങ്ങളിൽ രണ്ടാം സ്ഥാനത്ത് നിലകൊള്ളുന്നത്. 2025 മാർച്ചിൽ പുറത്തിറക്കിയ RBI ബുള്ളറ്റിൽ അനുസരിച്ച് അമേരിക്കയിൽ നിന്നുള്ള പണം അയക്കൽ 2020-21 23.4% നിന്നും 2023-24 27.7% ഉയർന്നിരുന്നു. ഇത് 2023-24 മൊത്തം സംഖ്യ $118.7 ബില്യൺ എത്തുകയും ചെയ്തു. അങ്ങനെ ഇന്ത്യയുടെ മൊത്തം പണമടയ്ക്കലിലെ ഏറ്റവും വലിയ സ്രോതസ്സായി അമേരിക്ക മാറുകയായിരുന്നു. അങ്ങനെ ബ്രിട്ടന്റെ സംഭാവന 6.8% നിന്നും 10.8% ഉയർന്നപ്പോൾ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് രണ്ടാമത്തെ വലിയ സ്രോതസ്സായി തുടരുകയാണ്. 2023-24 അതിന്റെ വിഹിതം 18% നിന്നും 19.2% വർദ്ധിച്ചു. ആഗോള തൊഴിൽ ശക്തിയിൽ ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന പങ്കിനെയും വിദേശ ജനസംഖ്യയിൽ നിന്നുള്ള വർദ്ധിച്ചു വരുന്ന സാമ്പത്തിക പിന്തുണയും ഈ പ്രവണതകൾ എടുത്തു കാണിക്കുന്നുവെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അതിന്റെ ബുള്ളറ്റിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. 2024 $129 ബില്യൺ വരുമാനവുമായി ഇന്ത്യ പണമയക്കൽ സ്വീകരിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാമതായി മാറി. 2024 ഒരു റിപ്പോർട്ടിൽ ലോകബാങ്ക് സാമ്പത്തിക വിദഗ്ധർ സമാഹരിച്ച ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം 2024 $129 ബില്യൺ പ്രവാസി പണമൊഴുക്കായി ഇന്ത്യ ഒന്നാം സ്ഥാനത്ത് എത്തുകയും ചെയ്തു. മെക്സിക്കോ, ചൈന, ഫിലിപ്പീൻസ്, പാകിസ്ഥാൻ എന്നിവയാണ് തൊട്ടുപിന്നിലുള്ള മറ്റു രാജ്യങ്ങൾ. ലോകബാങ്കിന്റെ ബ്ലോഗ് പോസ്റ്റ് അനുസരിച്ച് 2023 രേഖപ്പെടുത്തിയ 1.2% താരതമ്യം ചെയ്യുമ്പോൾ ഈ വർഷം പണമയക്കലിന്റെ വളർച്ചാ നിരക്കിനെ കുറിച്ചും റിപ്പോർട്ട് പരാമർശിച്ചിട്ടുണ്ട്. ഈ വർഷം അത് 5.8% വളരുമെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാണ്. COVID-19 പാൻഡമിക് ആരംഭിച്ചതിനു ശേഷം ഓർഗനൈസേഷൻ ഫോർ ഇക്കോണമിക് കോഓപ്പറേഷൻ ആൻഡ് ഡെവലപ്മെന്റിൽ ഉയർന്ന വരുമാനമുള്ള രാജ്യങ്ങളിലെ തൊഴിൽ വിപണികളുടെ വീണ്ടെടുപ്പാണ് പണമയക്കലിന്റെ പ്രധാന ചാലകശക്തിയായി മാറിയിട്ടുള്ളത്.